നമസ്കാരം, തേർഡ് ഐ ന്യൂസിലേക്ക് സ്വാഗതം. ആഗോള സൗന്ദര്യ വിപണിയെ അടുത്തറിയുന്നവർക്കറിയാം ട്രെൻഡുകൾ എത്ര വേഗമാണ് മാറുന്നതെന്ന്. കുറച്ചു കാലം വരെ കൊറിയൻ സൗന്ദര്യ രീതികൾ പ്രചരിപ്പിച്ച ഗ്ലാസ് സ്കിൻ എന്ന പാടുകളില്ലാത്ത അതിതിളക്കവുമാർന്ന ചർമ്മമായിരുന്നു യുവത്വത്തിന്റെ ലക്ഷ്യം. എന്നാൽ നിലവിൽ ജെൻസി എന്ന യുവതലമുറ ഈ തെറ്റായ സങ്കല്പം വലിച്ചെറിഞ്ഞ് റോ റിയൽനെസ് എന്ന പുതിയ സമീപനം സ്വീകരിക്കുന്ന തിരക്കിലാണ്. അതായത് മുഖക്കുരുവിന്റെ പാടുകളോ ചർമ്മത്തിന്റെ സ്വാഭാവിക നിറഭേദങ്ങളോ ചുവന്ന കുരുക്കളോ ഒന്നും മറച്ചുവെക്കാതെ സ്വന്തം ചർമ്മത്തെ അതിന്റെ യഥാർത്ഥ രൂപത്തിൽ അംഗീകരിക്കുകയും പ്രദർശിപ്പിക്കുകയും ചെയ്യുക. എന്നാൽ ഇപ്പോൾ ഇതാ ബോഡി പോസിറ്റിവിറ്റി മുന്നേറ്റത്തിന്റെ ഭാഗമായി സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ചാവിഷയമായി മാറിയ DIY സ്കിൻ കെയർ രീതി തരംഗമാവുകയാണ്. മെൻസ്ട്രൽ മാസ്കിംഗ്. ഇനി എന്താണ് മെൻസ്ട്രൽ മാസ്കിംഗ് എന്ന് പറയാം. സ്വന്തം ആർത്തവ രക്തം ശേഖരിച്ച് ഫേസ് മാസ്ക് ആയി മുഖത്തു പുരട്ടുന്ന രീതിയാണിത്. പീരിയോഡിക് മാസ്ക് അല്ലെങ്കിൽ മൂൺ മാസ്കിംഗ് എന്ന ഹാഷ്ടാഗുകളോടെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഇത് വൈറലായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇൻഫ്ലുവൻസർമാരാണ് ഈ പ്രവണതയെ പലതരത്തിൽ അവതരിപ്പിക്കുന്നത്. ചിലർ ഇത് ചർമ്മത്തിന് ഗ്ലോ നൽകുന്നുവെന്നും പാടുകൾ കുറയ്ക്കുന്നുവെന്നും വാദിക്കുന്നു. ആർത്തവ രക്തത്തിൽ അടങ്ങിയിട്ടുള്ള സ്റ്റെം സെല്ലുകൾ, പ്രോട്ടീനുകൾ, സൈറ്റോകൈനുകൾ എന്നിവ ചർമ്മത്തെ പുനരുജ്ജീവനത്തിന് സഹായിക്കുമെന്നാണ് പലരുടെയും അവകാശവാദം. എന്നാൽ മെൻസ്ട്രൽ മാസ്കിങ്ങിന്റെ വാദങ്ങൾ ശക്തമായി തള്ളിക്കളയുകയാണ് ഡെർമറ്റോളജിസ്റ്റുകളും ആഗോള ആരോഗ്യ ഏജൻസികളും. ഇതിന് ശാസ്ത്രീയമായ ഒരു പിന്തുണയും ഇല്ലെന്ന് മാത്രമല്ല, ഇത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകാമെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ആർത്തവ രക്തം ശുദ്ധമായ രക്തമല്ല. അത് മൃതമായ ഗർഭാശയ കോശങ്ങൾ, യോനി സെർവിക്കൽ സ്രവങ്ങൾ, ബാക്ടീരിയകൾ, മറ്റു മാലിന്യങ്ങൾ എന്നിവ കലർന്ന ഒരു സങ്കീർണ ദ്രാവകമാണ്. ഇത് നേരിട്ട് മുഖത്ത് പുരട്ടുന്നത് ചർമ്മത്തിൽ അണുബാധ, വീക്കം, മറ്റാരോഗ്യ പ്രശ്നങ്ങൾ എന്നിവയ്ക്കും കാരണമായേക്കാം എന്നും വിദഗ്ധർ പറയുന്നുണ്ട്.